പെൺകുട്ടികളെ കല്യാണം ഉറപ്പിച്ചു വെക്കുമ്പോഴേ വരുന്നോലും പോണോലൊക്കെ ചോദിച്ചിട്ട ഒരു കാര്യമാണ്. അമ്മായിമ്മ എങ്ങനെയുണ്ട്, അമ്മോസങ്ങാക്ക് എങ്ങനെയുണ്ട്, ഇളച്ചി ഉണ്ടാ, മൂത്തച്ചി ഉണ്ടാ, നാത്തുമാര് ഏത് സൈസാ, അങ്ങനെ എത്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ അറിയേണ്ടത്. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞോല അവസ്ഥ ആണെങ്കിലോ നാത്തുമാരെല്ലാരും കൂടി കരിമ്പും തോട്ടത്തൊക്കെ ആന കയറി മാരിയണേ എന്നപ്പ പറച്ചില്. പിന്നെ അമ്മായിമ്മ പോര്, ഇളച്ചി മൂത്തച്ചി പോര്, ഇതൊക്കെ സഹിച്ചണമെന്ന്. ഏതായാലും പറഞ്ഞു വരണ്ട എത്താച്ചാലേ ഇന്റെ മരോളെ ചങ്ങായിച്ചിനെ കെട്ടിച്ച കണ്ട് കണ്ണൂരിക്കാണ്. ആ പെണ്ണ് ഇന്റെ മരോളെ ഫോണൊക്കെ ഒരു വീഡിയോ വിട്ടേക്കും. അതിങ്ങനെ കേട്ട് കുത്തർക്കുമ്പോ പൊന്നാര പടപ്പാളെ കണ്ണൂര് ജനിച്ചാ മതിയേനു എന്ന് തോന്നിപ്പോ. ഏതായാലും ആ കുട്ടിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോക്കി. ഞാൻ കണ്ണൂരാണ്. അപ്പൊ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് പെൺകുട്ടികളുടെ വീട്ടിലാണ് ആൺകുട്ടി ഇങ്ങോട്ട് വരാം. സ്ത്രീധനം ഇല്ല, സ്ത്രീധനം കൊടുക്കലേ ഇല്ല. വേണ്ടവർക്ക് കൊടുക്കാം, വേണ്ടാത്തവർക്ക് വാങ്ങണ്ട. അത് നമ്മള് ഒരു പ്ലസ് പോയിന്റ്, അതർവൈസ് നമ്മൾ ഭയങ്കര സേഫ് ആൻഡ് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് ഈ ഒരു കാര്യത്തിൽ. ഇത് ആൺകുട്ടികളെ വെക്കുമ്പോൾ എന്താ ഇതിൽ കുഞ്ഞാപ്പുവാ എന്നാടാ ഇജ്ജ് പിന്നെ കുഞ്ഞോളോടെ നിന്നാ പൊന്നാരമ്മ നിങ്ങൾക്ക് എന്നെ മാണ്ടാതായ ഞാൻ ഒടുക്കും പോണില്ല. അല്ലടാ ഓളങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു കാണ്ടേ ഇജ്ജൊരു 15 ദിവസം അവിടെ നിന്നാളെ. 15 മിനിറ്റ് ഞാൻ നിക്കൂല. പിന്നെ ഓക്കന്നെ മനസ്സിലാവും ഈ ചങ്ങായിനായിട്ട് ഇവിടെ നിക്കാൻ പറ്റൂല എന്നറിഞ്ഞ് പോന്നോളും. ഓളമ്മക്ക് അങ്ങനെയുള്ള ഒരു പറച്ചിലാണ്. കജ്ജും ബിസി വരികയാണ്, ഇജ്ജൊരു മരോനാണ്. ആ ഓളാങ്ങളുടെ കാര്യം പറയണ്ട. എന്നാ എന്റെ മട്ടം പോലെയാണ് കാണിച്ചാളെ. ഓൾക്ക് അവിടെ മടക്കുമ്പോ അങ്ങോട്ട് പോന്നോളൂ. ആ എന്നായി. അപ്പൊ മക്കളത്തിന്റെ കമന്റ് ഒക്കെ പോന്നോട്ടെട്ടാ. പുതിയാപ്പളിന്റോടെയാണോ പുതിയണ്ണ് നിക്കേണ്ടത്, അത് പുതിയണ്ണിന്റോടെയാണോ പുതിയാപ്പള നിക്കേണ്ടത് എന്ന് താഴത്താണ് കമന്റ് ഇട്ടുകൂടി. ഞമ്മക്കറിയാലോ ഏറ്റവും കൂടുതൽ ഏതാണ്.